നിയമസഭ പാസാക്കിയ 10 ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ പിടിച്ചുവച്ച ഗവർണർ RN രവിയുടെ നടപടി ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി പ്രസ്താവം. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരമാണ് ഗവർണർമാർ തീരുമാനമെടുക്കേണ്ടത്. 200-ാം അനുച്ഛേദത്തിൽ ആർക്കും പോക്കറ്റ് വീറ്റോ അധികാരമോ സമ്പൂർണ്ണ വീറ്റോ അധികാരമോ നൽകിയിട്ടില്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നാണ് ഭരണഘടനയിൽ നിഷ്കർഷിച്ചിരിക്കുന്നത്. എത്രയും വേഗം എന്ന പ്രയോഗത്തിലുണ്ടായിരുന്ന അവ്യക്തതയും ഇന്ന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതി നീക്കി. സുപ്രീം കോടതി പുറപ്പെടുവിച്ച സമയക്രമം ഇങ്ങനെയാണ്. സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ബില്ല് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് 1 മാസത്തിനകം വേണം. മന്ത്രിസഭയുടെ ഉപദേശമില്ലാതെ ബില്ല് തിരിച്ചയക്കുകയാണെങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ വേണം. തിരിച്ചയച്ച ബില്ലുകൾ നിയമസഭ പാസാക്കി വീണ്ടും അയച്ചാൽ അതിൽ ഗവർണർ 1 മാസത്തിനുള്ളിൽ അംഗീകാരം നൽകണം. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ഗവർണർ RN രവി രാജിവെക്കുമോ എന്ന് DMK ആരാഞ്ഞു. B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.